ഹായ് ഗായ്സ്, ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ പടമാണ് പവി കെയർടേക്കർ. പടം ഞാൻ കണ്ടിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പടം ഒരു വൺ ടൈം വാച്ചബിളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നമ്മൾ പണ്ടോട്ട് നമ്മൾ ദിലീപേട്ടൻ്റെ കണ്ടുവരുന്ന ഹ്യൂമറുകൾ, അല്ലെങ്കിൽ ദിലീപേട്ടൻ നമ്മൾ കാണാൻ ദിലീപേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില ഹ്യൂമർ സെൻസുകൾ, ചില ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസിനെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന രീതികൾ, അതിനെയൊക്കെ ഹ്യൂമറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്കില്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പടത്തിൽ എന്തുപോയാലും നമുക്ക് കാണാൻ പറ്റും. ഇതൊരു അടിപൊളി ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ പടം ഒരു ഒന്നും പറയാനില്ല, അടിപൊളി ഒരു മൂവിയാണ്. കാര്യം ഇതൊരു ഫാമിലിക്ക് എന്തുപോയാലും എല്ലാ ഒരു ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻസൊക്കെ അനുസരിച്ച് നമ്മുടെ പൊതുവേ നമ്മളൊക്കെ എങ്ങനെയാണല്ലോ, വീടുകളിൽ തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പടമായിട്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും ഒരു പ്രത്യേകത ഈ ഒരു പടത്തിൻ്റെ. ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതും ഫാമിലി ഓഡിയൻസിനെ വെച്ചാണ്. ഇപ്പം ദിലീപേട്ടൻ്റെ എല്ലാ പടങ്ങളും നോക്കുകയാണെങ്കിൽ ഇതൊരു ഫാമിലി ഓഡിയൻസിനെ ബേസ് ചെയ്ത് ഇറക്കുന്നതാണ് ദിലീപേട്ടൻ എല്ലാ പടങ്ങളും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ജനപ്രിയ നായകൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പടം ഒരു മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഫാമിലി ഓഡിയൻസ് ആണ്, നിങ്ങൾ വീക്കെൻഡ് കിട്ടി എല്ലാവർക്കും കൂടെ ഒരു പടം കാണാൻ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തുപോയാലും ടിക്കറ്റ് എടുക്കുക, ധൈര്യമായിട്ട് പോയി കാണുക. എന്തുപോലും ഇഷ്ടപ്പെടും. നമുക്ക് ഒരിക്കലും നമ്മളെ വെറുപ്പിക്കാത്ത രീതിയിൽ ഉള്ള കോമഡി സീൻസൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പണ്ട് മുതലുള്ള പടങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പറക്കുന്തള്ളുകയും അതുപോലുള്ള പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള രീതികൾ, ആ ഒരു കോമഡി സീൻസൊക്കെ തന്നെ ഇതിനകത്ത് റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഇഷ്ടപ്പെടും. അതാണ് ഈ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് പണ്ട് തൊട്ടേ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ഹ്യൂമറുകൾ, ചില സീൻസുകൾ, അതൊക്കെ അതേപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് വന്നിരിക്കുകയാണ് ഈ ഒരു പടത്തിൽ. പക്ഷേ അത് ഇഷ്ടപ്പെടും നമുക്ക്. കാര്യം നമുക്കൊന്ന് ആർത്തിച്ചിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ദിലീപേട്ടൻ്റെ പണ്ടത്തെ, അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ആക്ടറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണ്ട് മുതലുള്ള പടങ്ങൾ ഇപ്പോഴും നമ്മൾ കാണും. ഇപ്പോഴും നമ്മളിപ്പം ചാനലിലൊക്കെ വരുവാണെങ്കിൽ, നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന നേരത്തൊക്കെ ആണെങ്കിൽ ഉച്ച സമയത്തൊക്കെ നമ്മളിങ്ങനെ TV വെച്ച് നോക്കുമ്പോഴത്തേനും ദിലീപേട്ടൻ്റെ ഒരു പഴയ പടം, അല്ലെങ്കിൽ പറക്കുന്തളിക, കല്യാണരാമൻ എന്നൊക്കെ പറയുന്ന പടങ്ങളൊക്കെ നമ്മൾ ഇന്നും ഇരുന്ന് കാണാം. അത് ഒരു ഭയങ്കര റിപ്പീറ്റ് വാച്ചബിളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടനാണ് ദിലീപ് എന്ന് പറയുന്നത്. ആ ഒരു കാലിബറിനെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഡയറക്ടറിന് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. മൊത്തത്തിൽ ഞാൻ അങ്ങനെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവൻ എടുത്തിരിക്കുന്ന ഒരു പടം എന്നുള്ള രീതിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇതിനകത്ത് പിന്നെ ജസ്റ്റ് ഹ്യൂമർ മാത്രമല്ല, ഇമോഷൻ സീൻസൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ഇമോഷൻ സീൻസിനെയൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് അമേസിംഗ് ആണ്. കാര്യം ഓരോ ചെറിയ ഇമോഷൻസിനും അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ ഒരു പഞ്ച്, അത് ഭയങ്കരമാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വൈസ്, അത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു മെച്ചം ഈ പടത്തിൽ നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ഞാൻ പോയപ്പോഴാണെങ്കിൽ ഹൗസ്ഫുൾ ഒന്നുമല്ല, ഒരു 45% അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ ഈ പടത്തിന് ആൾ കയറും എന്നാണ് എനിക്ക് വീണ്ടും തോന്നുന്നത്. കാര്യം ദിലീപേട്ടൻ്റെ പടങ്ങൾ ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. അതൊരിക്കലും ദിലീപേട്ടൻ്റെ പടങ്ങൾ മിസ്സാക്കാതെ കാണുന്ന ഫാമിലി ഓഡിയൻസ് ഇന്നും കേരളത്തിലുണ്ട്. അതുകൊണ്ട് അവരെന്തുപോയാലും ഈ പടം വിജയിപ്പിക്കും. എന്തുപോയാലും നമ്മളെല്ലാവർക്കും പോയി കാണാം. വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിക്ക് എന്തുപോയാലും നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് പവി കെയർടേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുപോയാലും നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് പടം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.